രാവിലെ ഞാൻ ഈ കെട്ടി ഒരുങ്ങി എവിടെ പോവാന്നല്ലേ? ഇത് ഞാൻ പണ്ട് പഠിച്ച സ്കൂളാണ് കേട്ടോ. ഞാൻ 8th, 9th, 10th 3 വർഷം ഞാൻ പഠിച്ച സ്കൂളാണ് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കളിയലാണേ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എന്തിനാ ഇവിടെ വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമല്ലോ. വേറെ ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾ 25 വർഷത്തിന് ശേഷം ഇന്നൊരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം ഈ 25 വർഷമായിട്ടും കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഇന്ന് കാണാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ 10 മണിക്കാണ് ഗെറ്റ് ടുഗദർ പറഞ്ഞേക്കുന്നത്. ഞാൻ 9:30 ഇവിടെ എത്തിയിട്ടുണ്ട്. ഓവർ സിൻസിയാരിറ്റി കാരണം അപ്പോഴാരും ഇല്ലായിരുന്നു. അങ്ങനെ വായി നോക്കി നിന്നപ്പോഴാണ്, സ്കൂളിനെയൊക്കെ നോക്കി നിന്നപ്പോഴാണ് നസീറും പ്രബിനും വന്നത്. നസീറിനെ, അതായത് വൈറ്റ് ഷർട്ട് ഇരിക്കുന്ന നസീറിനെ ഞാൻ ഇടയ്ക്കൊക്കെ കാണും. നസീറിൻ്റെ മോന് ഞാൻ ടീച്ച് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ, എൻ്റെ സ്റ്റുഡൻ്റാണ്. പ്രബിനെ അത് കഴിഞ്ഞിട്ട് ഇന്നാണ് കാണുന്നത് കേട്ടോ. 25 വർഷം കഴിഞ്ഞിട്ട്. കൂടെ ശിവകുമാറും ഉണ്ട്. ശിവകുമാറിനെ ഇടയ്ക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഞങ്ങളുടെ പഴയ ആ ക്ലാസ്സിൽ 10th D ക്ലാസ് ആയിരുന്നേ ഞങ്ങളുടേത്, ഇംഗ്ലീഷ് മീഡിയം. അപ്പം അതൊന്ന് തുറന്ന് അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഈ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമുള്ള സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ സീറ്റ് പിടിച്ചു കേട്ടോ. അതായത് ഗേൾസിൻ്റെ ഭാഗത്ത് 3 ബെഞ്ചും ഡെസ്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2ാമത്തെ ബെഞ്ചിൻ്റെ എൻഡിലായിരുന്നു കേട്ടോ എൻ്റെ സീറ്റ്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ 2 ബെഞ്ചും ഡെസ്കേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ സെക്കൻഡ് സീറ്റ് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നപ്പം ഈ വരുന്ന അനീറ്റയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗെറ്റ് ടുഗദർ നമ്മളൊന്ന് പ്ലാൻ ചെയ്തതൊക്കെ അനീറ്റ, നസീർ ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ കാണാൻ പോയി. ഈ അച്ഛനായിരുന്നു അന്നത്തെ ഞങ്ങളുടെ കറസ്പോണ്ടൻറ്റ്. ഇപ്പം വീണ്ടും അച്ഛൻ ട്രാൻസ്ഫറായി ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇതും ഒരു കാരണമാണ് നമ്മൾ ഗെറ്റ് ടുഗദർ വെക്കാനായിട്ട്. അച്ഛൻ്റെ പേര് ഫാദർ വർഗീസ് കോട്ടൂർ എന്നാണ്. അച്ഛൻ ഞങ്ങളുടെ കറസ്പോണ്ടൻറ്റ് മാത്രമല്ല, ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറും കൂടെ ആയിരുന്നു കേട്ടോ. നല്ല അടി തന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ അങ്ങനെ ഒരു 10 മിനിറ്റിന് ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് നടന്നു. പഴയതുപോലെ ഒന്നുമല്ല, ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒത്തിരി പുതിയ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഇവിടെ ട്രീയും ക്രിബും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ അതായത് ഇവിടെയൊക്കെ എല്ലാ ദിവസവും വരും. ഇവിടുത്തെ ഈ പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ ക്ലാസ്സിൽ പോകത്തുള്ളായിരുന്നു 10th സ്റ്റാൻഡേർഡിൽ വെച്ച്. അപ്പോൾ ആ പഴയ കാലമൊക്കെ ഒന്ന് ഓർത്തെടുക്കുമായിരുന്നേ. അങ്ങനെ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങിയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ലിൻസി ഫ്ലവർ, പിന്നെ കിൻസിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ് ടീച്ചറിൻ്റെ മോനാണ്. പ്രോഗ്രാമിനെ കുറിച്ച് ഒരു നിശ്ചയം ആർക്കുമില്ല, ജസ്റ്റ് എല്ലാവരും വന്നു എന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കുണ്ടടാ പ്രവിത വന്നു. പ്രവിത ഇടയ്ക്കൊക്കെ എന്നെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവിതയെ ഇടയ്ക്ക് കാണാറുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അപ്പോഴാണ് തൻ്റെ പ്രദീപ വരുന്നത്. പ്രദീപയെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 25 വർഷമായി കേട്ടോ കണ്ടിട്ട്. ഒത്തിരി സന്തോഷമായി. അവളെയും കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയൊക്കെ കണ്ടു. അവളിപ്പോൾ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എത്രത്തോളം സന്തോഷത്തിലാണെന്ന്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 25 വർഷം പുറകിലോട്ട് പോയതുപോലെ ഉണ്ടല്ലേ. പിന്നെ ഈ ഗെറ്റ് ടുഗദർ പെട്ടെന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ നടപ്പിലാക്കിയത്. പെട്ടെന്നെന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടുന്നത്. അത് കാരണം ഞങ്ങൾക്ക് പ്രിപ്പയർഡ് ഒന്നും അല്ല. അതുമല്ല, എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. ഇവിടെ നാട്ടിലിപ്പം വെക്കേഷൻ വന്നിട്ടുള്ള കുറച്ച് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി പലരും പല സ്ഥലങ്ങളിലാണ്. അബ്രോഡിലുള്ളവരുണ്ട്, ചെന്നൈ, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം ഇനി കൂടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. അങ്ങനെ അച്ഛനും റെഡിയായി, അച്ഛൻ വന്നിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സെറ്റായി. അപ്പോഴത്തേക്കൊണ്ടിടാ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വേറൊരു ബാച്ച് ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 92 ബാച്ച്. അവിടുത്തെ ഉള്ള 2 ചേട്ടന്മാരൊക്കെ അച്ഛനെ വന്ന് കണ്ടു, ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചിട്ട് പോയി. അപ്പോഴാണ് എന്തെങ്കിലും പ്രോഗ്രാം പോലെ നടത്തണമല്ലോ, ഒരു വെൽക്കം സ്പീച്ചോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ പിടിച്ച് ഫ്രണ്ട് വിട്ടിട്ടുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആങ്കറിങ്ങോ വെൽക്കം സ്പീച്ച് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അച്ഛനെ വെൽക്കം ചെയ്തു. അതുപോലെ അച്ഛനെ ഒരു ചെറിയ ഗിഫ്റ്റ് എല്ലാവരും കൂടെ കൊടുക്കുകയും അച്ഛനെ ഒന്ന് ആദരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു മൊമെൻ്റാണ്. കാരണം ഞങ്ങൾക്ക് തിരിച്ച് ഇവിടെ സ്കൂളിൽ വന്നപ്പോൾ കറക്റ്റ് ആ ടൈമിൽ ഇരുന്ന അച്ഛനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബ്ലെസ്ഡ് ആയിട്ട് ഞങ്ങൾ കരുതുന്നത്. കാരണം വെറുതെ ഒരു ടീച്ചറിൻ്റെ റോള് മാത്രമായിരുന്നില്ല അച്ഛൻ അന്ന്. ഞങ്ങൾക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെല്ലാം. അതുപോലെ ഞങ്ങൾക്ക് അവധി ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ബാച്ച് പിള്ളേരെ മൊത്തം കൊണ്ട് അച്ഛൻ ഞങ്ങളുടെ തന്നെ വീടുകളിൽ, പല വീടുകളിൽ ഓരോ സ്റ്റുഡൻസിൻ്റെയും വീട്ടിൽ അച്ഛൻ വണ്ടിയിൽ ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഞങ്ങൾ പരസ്പരം പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് കിട്ടിയിട്ടുള്ള ഒരു സ്കൂളാണ് ഇത്.
അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കൂടെ അച്ഛൻ്റെ കൂടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളും അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ ഞങ്ങളോട് 2 വാക്ക് സംസാരിച്ചു. അതായത് പഴയ കാലത്തെക്കുറിച്ചും ഇപ്പോഴുള്ള ചേഞ്ചസിനെ കുറിച്ചും പഴയത് ടീച്ചർ സ്റ്റുഡൻറ്റ് ബോണ്ടിങ്ങും എല്ലാ കാര്യങ്ങളും കുറേ നല്ല കാര്യങ്ങൾ അച്ഛൻ ഞങ്ങളോടായിട്ട് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അച്ഛന് നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. അച്ഛന് പനിയായിരുന്നു. എന്നിട്ടും അച്ഛൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ റെസ്റ്റ് ചെയ്യാൻ പോയി. റെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളെല്ലാവരും, അതായത് വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും 2000 ബാച്ച് 10th D സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പോൾ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഫാമിലി ഡീറ്റെയിൽസ്, അവരെന്തൊക്കെ പഠിച്ചു, ഏത് ജോബിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വേറൊരാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു. അപ്പോഴുണ്ടോ അവൾ ലേറ്റായിട്ടാണെങ്കിലും അവൾ വന്നെത്തിയിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മഞ്ജു. ഈ മഞ്ജുവായിട്ട് എനിക്ക് ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഞാൻ മഞ്ജുവായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ഒത്തിരി ഇന്ന് എടുത്തായിരുന്നു. പക്ഷേ അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അതിലെനിക്ക് വിഷമമുണ്ട്. എന്തായാലും മഞ്ജുവിനെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. മാൽദീവ്സിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മഞ്ജു അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളിപ്പോൾ ബെഹ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ചെറിയ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഇവിടെ എല്ലാവർക്കും ബിരിയാണിയും ചിക്കനും വറുത്തതും എല്ലാം ഉണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിരുത്തി എല്ലാവർക്കും ആഹാരം കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഒത്തിരി സന്തോഷത്തോടെ ആ പഴയ കാലത്തിനെക്കാട്ടിലും, പഴയ കാലത്ത് നമുക്ക് ബോയ്സിനോടൊക്കെ സംസാരിക്കാൻ ഇച്ചിരി ഒരു പേടിയോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതൊന്നും ഇല്ലാതല്ല, ഫ്രീ ആയിട്ട് എല്ലാവരോടും സംസാരിച്ചു. നന്നായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്ന കുഞ്ഞുങ്ങളെല്ലാവരും അവരെല്ലാവരും കൂടെ ഒരു ബാച്ചായി കേട്ടോ. അവർ നല്ല ഹാപ്പി ആയിട്ട് അവർ വെളിയിൽ കളിയും പരിപാടിയൊക്കെ ആയിട്ട് അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് നേരം ഞങ്ങളുടെ സ്കൂളിൽ സ്പെൻഡ് ചെയ്തു. രാവിലെ 10 മണിക്ക് തുടങ്ങി 2:30-3 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ കൂടെ ഞങ്ങൾ 1 മിനിറ്റ് മൗനാഞ്ജലി ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ കൂടെ പഠിച്ച ചന്ദ്രമൗലി എന്ന് പറഞ്ഞിട്ട് ഒരു ബോയ്, അവൻ ഇടയ്ക്ക് മരിച്ചിട്ട് ഒരു 5-6 വർഷത്തിന് മുമ്പ് മരിച്ചായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ടും പിന്നെ ഞങ്ങളുടെ മാത്സ് പഠിപ്പിച്ച ശശികല ടീച്ചറിന് വേണ്ടിയിട്ടുമൊക്കെ ഞങ്ങൾ 1 മിനിറ്റ് സൈലൻറ്റ് പ്രെയർ ഒക്കെ ചെയ്തായിരുന്നു. ഈ പ്രോഗ്രാമിന് ഇന്ന് വരാൻ പറ്റാത്ത ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളുടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമായ രേഖ, അതുപോലെ എല്ലാവരെയും ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് റൂം എല്ലാം കൂടെയൊക്കെ വൃത്തിയാക്കി, ക്ലാസ് റൂം എല്ലാം അടച്ച് താക്കോലൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒട്ടും മനസ്സില്ലാതെ, സത്യം പറയുകയാണെങ്കിൽ ഒട്ടും മനസ്സില്ലാതെ തന്നെ എല്ലാവരും പിരിയേണ്ടതായിട്ട് വന്നു. കുറേ നേരം അവിടെ ആയിട്ട് പലരും പല സ്ഥലത്തും പോയി നിന്ന് സംസാരിച്ചു എടുത്തു. എന്നിട്ട് ആർക്കും തന്നെ വീട്ടിൽ പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ പോയല്ലേ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ കാരണം എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത്രയും ഉണ്ട് കേട്ടോ ഇന്നത്തെ വിശേഷം.